ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം 48. പെസഹ തിരുനാൾ ഇനിയും അവസാനിച്ചിട്ടില്ല. നഗരത്തിൽ ധാരാളം ആളുകളുണ്ട്. സമയം വൈകി എല്ലാവരും വീടുകളിലേക്ക് പോവുകയാണ്. ഈശോ തൽക്കാലത്തേക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ശിഷ്യന്മാരുമായി പോവുകയാണ്. നഗരത്തിന് ചുറ്റുമുള്ള മതിലിൽ നിന്ന് അധികം അകലത്തിലല്ല ഈ വീട്. വീട്ടുമുറ്റത്തു നിന്ന് നോക്കിയാൽ കുന്നിൻ ചെരുവിൽ തട്ടുതട്ടായി വളരുന്ന ഒലിവ് വൃക്ഷങ്ങൾ കാണാം. ജോൺ, നിന്റെ ചങ്ങാതിയെ കാത്ത് 2 ആളുകൾ നിൽപ്പുണ്ട്, വീട്ടുടമ പറയുന്നു. അവരെവിടെ? ആരാണവർ? എനിക്കറിഞ്ഞുകൂടാ. ഒരാൾ യൂദായിൽ നിന്നാണ്. അടുക്കളയിൽ അവർ കാത്തിരിക്കുകയാണ്. ഇവരെ കൂടാതെ വേറൊരാൾ കൂടിയുണ്ട്. അയാളുടെ ദേഹം മുഴുവൻ വ്രണമാണ്. കുഷ്ഠരോഗിയാണോ എന്ന് സംശയം. അയാളോട് കുറച്ച് മാറി നിൽക്കാൻ ഞാൻ പറഞ്ഞു. ഇതുവരെ നിശബ്ദനായിരുന്ന ഈശോ പറഞ്ഞു, നമുക്കാദ്യം അയാളെ കാണാം. ഇത്രയും പറഞ്ഞിട്ട് അയാളുടെ അടുത്തേക്ക് നടന്നു. ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് ചോദിക്കുന്നു. വേണമെങ്കിൽ എൻ്റെ കൂടെ പോരൂ. ഒരിടക്കയ്യാലയിൽ ചാരി തോട്ടത്തിൻ്റെ അതിർത്തിയിൽ ഒരാൾ നിൽപ്പുണ്ട്. ഈശോ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞു, തിരിച്ചു പോകൂ, തിരിച്ചു പോകൂ, എന്നോട് കനിവ് തോന്നണമേ. ഇത്രയും പറഞ്ഞിട്ട് അയാളുടെ കുപ്പായം താഴെയിട്ട് തൻ്റെ ശരീരം പുറത്തു കാട്ടി. അയാളുടെ മുഖത്ത് കുത്തുകുത്തായ വ്രണങ്ങളാണ്. ശരീരമാകെ വ്രണമാണ്. ചില വ്രണങ്ങൾ പഴുത്തു കഴിഞ്ഞിരിക്കുന്നു, ചിലത് തീയിൽ പൊള്ളിയതുപോലെയുണ്ട്. നീ കുഷ്ഠരോഗിയാണോ? ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? എന്നെ ശപിക്കരുതേ, എന്നെ കല്ലെറിയരുതേ. കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ സ്വരമായും അനുഗ്രഹത്തിൻ്റെ ദാതാവായും നീ സ്വയം വെളിപ്പെടുത്തിയെന്ന് ആളുകൾ പറയുന്നു. നിന്റെ അടയാളം ഉയർത്തി എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുമെന്നും അങ്ങ് പറഞ്ഞതായി കേട്ടു. ദയവായി ആ അടയാളം എൻ്റെ മേൽ ഉയർത്തുക. ഞാൻ അങ്ങ് അകലെയുള്ള കുഴിമാടങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒരു പാമ്പിനെ പോലെ ഇഴഞ്ഞാണ് ഈ തോട് വരെ എത്തിയത്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ നല്ലവനാണ്. അയാൾ എന്നെ കൊന്നില്ല, ഇവിടെ നിൽക്കാൻ അനുവദിച്ചു. എന്നോട് കരുണ തോന്നണമേ. ഈശോ അവൻ്റെ അടുത്തേക്ക് പോയി. 6 ശിഷ്യന്മാരും വീട്ടുടമയും പുതുതായി വന്ന 2 അപരിചിതരും അങ്ങകലെ അറച്ചു നിൽക്കുകയാണ്. ഈശോയെ കണ്ട് രോഗി വിളിച്ചു പറഞ്ഞു, എൻ്റെ അടുത്ത് വരരുത്, ഈ രോഗം പടരുന്നതാണ്. ഈ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ഈശോ മുന്നോട്ട് നീങ്ങി. കാരുണ്യം നിറഞ്ഞ കണ്ണുകൾ കൊണ്ട് അവനെ നോക്കി. അയാൾ കരഞ്ഞു തുടങ്ങി. മുട്ടിൽ നിന്ന് തല കുനിച്ച് തേങ്ങിക്കരഞ്ഞു. നിന്റെ അടയാളം, നിന്റെ അടയാളം. സമയമാകുമ്പോൾ ആ അടയാളം ഉയർത്തപ്പെടും. ഇപ്പോൾ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിൽക്കൂ, സുഖം പ്രാപിക്കൂ. ഇത് എൻ്റെ ആജ്ഞയാണ്. എന്നെ തിരിച്ചറിയുന്നതിന് ഈ പട്ടണത്തിന് നൽകുന്ന അടയാളം നീ ആയിരിക്കട്ടെ. എഴുന്നേൽക്കൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇനിമേൽ പാപം ചെയ്യരുത്. അങ്ങനെ ദൈവത്തോട് നന്ദി കാണിക്കണം. ആ മനുഷ്യൻ മെല്ലെ എഴുന്നേൽക്കുന്നു. മൃതദേഹം പൊടിയുന്ന മൂടുപടത്തിൽ നിന്നെന്ന പോലെ മൃദുലമായ നീണ്ട പുൽക്കൊടികൾക്കിടയിൽ നിന്നും അയാൾ പുറത്തു വരുന്നു. അയാൾ ഇതാ സുഖം പ്രാപിച്ചിരിക്കുന്നു. ദിനാന്ത്യത്തിലുള്ള അരണ്ട വെളിച്ചത്തിൽ അയാൾ തൻ്റെ ശരീരം നോക്കിക്കണ്ടു. താൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. അയാൾ ഉച്ചത്തിൽ ആർത്തി വിളിച്ചു, എൻ്റെ കുഷ്ഠരോഗം മാറി. അങ്ങേക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്യണം? നിയമം വിധിച്ചിരിക്കുന്നതെന്തോ അത് നീ ചെയ്യണം. പുരോഹിതനെ പോയി കാണുക, ഭാവിയിൽ നന്മ ചെയ്യുക. പോയിക്കൊള്ളൂ. അയാൾ ഈശോയുടെ പാദത്തിൽ വീണ് നമസ്കരിക്കാൻ ഒരുങ്ങി. പക്ഷേ അയാൾ ഓർത്തു, നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ താൻ ഇപ്പോഴും കുഷ്ഠരോഗിയാണെന്ന്. അയാൾ സ്വയം നിയന്ത്രിച്ചു. ഈശോയ്ക്ക് അകലെ നിന്ന് സ്തുതി പറഞ്ഞിട്ട് അയാൾ കരയുകയാണ്. കരയുന്നത് സന്തോഷം കൊണ്ടാണ്. മറ്റുള്ളവർ അത്ഭുതം കൊണ്ട് സംസാരശേഷി നഷ്ടപ്പെട്ടവരെ പോലെ നിന്നു. ഈശോ സുഖം പ്രാപിച്ചവനിൽ നിന്ന് തിരിഞ്ഞ് അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മനുഷ്യൻ്റെ കുഷ്ഠം ശരീരത്തെ മാത്രമേ ബാധിച്ചിരുന്നുള്ളൂ. ഹൃദയത്തിൻ്റെ കുഷ്ഠം മാറുന്നതും നിങ്ങൾ കാണും. പിന്നീട് ആ അപരിചിതരോട് ഈശോ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞങ്ങൾ അങ്ങ് ദൈവാലയത്തിൽ ചെയ്ത പ്രസംഗം കേട്ടു. ഞങ്ങൾ അങ്ങയെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് അനുവദിക്കുമെങ്കിൽ. അങ്ങയുടെ വാക്കുകൾ സത്യത്തിൻ്റെ വാക്കുകളാണ്. എന്നെ പിന്തുടരാനോ? ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറിഞ്ഞുകൂടാ. അങ്ങ് മഹത്വത്തിലേക്കാണ് പോകുന്നതെന്ന് ഉറപ്പാണ്. അത് ശരി തന്നെ. പക്ഷേ അത് ഈ ലോകത്തിലെ മഹത്വമല്ല, സ്വർഗീയ മഹത്വത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ത്യാഗത്തിലൂടെയും പുണ്യകർമ്മത്തിലൂടെയും കീഴടക്കേണ്ട ഒന്നാണത്. നിങ്ങൾ എന്തിനാണ് എന്നെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നത്? അങ്ങയുടെ മഹത്വത്തിൽ പങ്കാളികളാകാൻ. അതെ, സ്വർഗീയ മഹത്വത്തിൽ തന്നെ. ആർക്ക് വേണമെങ്കിലും എത്തിച്ചേരാവുന്ന ഒരു സ്ഥലമല്ല സ്വർഗം. അവിടെ എത്താൻ ആഗ്രഹിക്കുന്നവരെ കുരുക്കിൽ വീഴ്ത്താൻ സാത്താൻ ധനമോഹത്തിൻ്റെ വലിയ കെണികൾ ഒരുക്കിയിട്ടുണ്ട്. നല്ല തൻ്റെടവും ധൈര്യവും ഉള്ളവർക്കേ ഈ പരീക്ഷ അതിജീവിക്കാനാവൂ.
നിങ്ങളിൽ തന്നെയുള്ള ശത്രുവിനെതിരായി നിരന്തരം പോരാടുക. ഈ ലോകത്തിനെതിരായി പോരാടുക, പിശാചിനെതിരായി പോരാടുക. ഇതെല്ലാമാണ് എന്നെ പിന്തുടരുക എന്ന് പറയുന്നതിനർത്ഥം. നിങ്ങൾക്ക് എൻ്റെ അനുയായികളാകണമെന്ന് ഇനിയും തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ അന്തരാത്മാവിനെ അങ്ങ് കീഴടക്കി കഴിഞ്ഞു. അങ്ങയുടെ ചങ്ങാതിമാരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈശോ നിശബ്ദനായിരുന്ന് ദീർഘനിശ്വാസം വിട്ടു. ഈ സമയം അത്രയും സംസാരിച്ചിരുന്ന യുവാവിനെ സൂക്ഷിച്ചു നോക്കി. അത് കരയോത്തുകാരൻ യൂദാസാണ്. നീ ആരാണ്? സാധാരണക്കാരുടേതിൽ നിന്ന് വ്യത്യസ്തമാണല്ലോ നിന്റെ ഭാഷ. അതിന് ഓജസ്സുണ്ട്. ഞാൻ യൂദാസാണ്, ശിമയോൻ്റെ മകൻ യൂദാസ്. കരയോത്തായാണ് എൻ്റെ നാട്. ഞാൻ ദൈവാലയത്തിലെ ആളാണ്. രാജാവിൻ്റെ വരവിന് ഞാൻ കാത്തിരിക്കുന്നു. അങ്ങ് ഒരു രാജാവിനെ പോലെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. എന്നെയും അങ്ങയുടെ കൂടെ കൊണ്ടുപോകൂ. നിന്നെ കൊണ്ടുപോകാനോ? ഇപ്പോഴോ? അത് വേണ്ട ഗുരു. എന്തുകൊണ്ട് ഉടനെ എന്നെ സ്വീകരിക്കുന്നില്ല? ഇങ്ങനെയുള്ള ഒരു ദുർഘടം പിടിച്ച വഴി നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നീ ഒരു ആത്മപരിശോധന നടത്തുക. അതാണ് നല്ലത്. ഇപ്പോഴത്തെ ചൂടിൽ നീ ഇത് പറയുന്നു. ഈ ചൂട് എത്ര കാലം നിലനിൽക്കും എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഞാൻ യാത്ര പുറപ്പെടുകയാണ്. പെന്തക്കുസ്തായിൽ ഞാൻ മടങ്ങി വരും. അവിടെ വെച്ച് നമുക്ക് കാണാം. നീ ഒരു ആത്മപരിശോധന നടത്തൂ. തിരിഞ്ഞു നോക്കി തോമസിനോട് ചോദിച്ചു, നീ ആരാണ്? അങ്ങയെ അന്ന് കാണാനിടയായ ഒരാൾ. എനിക്കുമുണ്ട് അങ്ങയുടെ കൂടെ വരാൻ മോഹം. പക്ഷേ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് കേട്ടപ്പോൾ പേടി തോന്നുന്നു. തൻ്റെ കഴിവുകളെ പറ്റിയുള്ള അമിതമായ വിശ്വാസം നാശത്തിലേക്ക് നയിക്കും. ഭയം ഒരു തടസ്സമാകും. എന്നാൽ എളിമയിൽ നിന്നുണ്ടാകുന്ന ഭയം പ്രയോജനകരമാണ്. ഭയപ്പെടേണ്ട. ഇക്കാര്യത്തെപ്പറ്റി ഗാഢമായി ചിന്തിച്ചു നോക്കൂ. ഗുരു, അങ്ങ് അത്യന്തം പരിശുദ്ധനാണ്. അങ്ങയുടെ കൂടെ നടക്കാൻ എനിക്ക് അർഹതയില്ല എന്നാണ് എൻ്റെ ഭയം. വേറൊന്നുമില്ല. എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തെപ്പറ്റി സംശയമൊന്നുമില്ല. നിന്റെ പേരെന്താണ്? തോമസ്, ദിദിമൂസിൽ നിന്ന്. നിന്റെ പേര് ഞാൻ മറക്കില്ല. സമാധാനമായി പോകൂ.